അതായത് ഈ ഹംക്കിതിൽ പറയുന്നത് എന്തിനാണ്? ഇവൻ്റെ ഷെയ്ഖ് ആ ഗ്ലോബൽ വില്ലേജൊക്കെ പറ്റുന്ന മാതിരി അല്ല കാസർഗോഡ് ചെറുക്കന്മാരിടുന്ന പോലെയുള്ള കളറിട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ കുറച്ച് മുമ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്ന റമദാനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന താടിയൊക്കെ ഉള്ളൊക്കെ കട്ട് ചെയ്ത്, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു താടിപ്പാപ്പ പോയ മാതിരിയാണല്ലോ. ആ താടിയൊക്കെ കട്ട് ചെയ്ത് ഉള്ളിൽ കളഞ്ഞ് അതൊക്കെ ഒന്ന് ഒതുക്കി പെണ്ണിനെ ഹിജാബൊന്നും ഇല്ലാതെ മുടിയൊക്കെ കാണിച്ച് അതും കൊണ്ട് നടന്നു. അപ്പോൾ പിന്നെ ഇവൻ്റെ പുതിയ ഫത്വ ഷെയ്ഖും മഷായിഖും മുദരിസും കുട്ടികൾക്കൊന്നും എന്തില്ല, വെള്ള വസ്ത്രം ധരിക്കാറില്ല, വെള്ള വസ്ത്രത്തിന് അതിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതുള്ളൂ, അതെന്നെ ധരിച്ചോളണം എന്നില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. പുതിയ ഓൻ്റെ ഷെയ്ഖ് ചെയ്യുന്ന തെമ്മാടിത്തിനനുസരിച്ച് ഓൻ പറഞ്ഞിട്ട് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ എന്ന് പറഞ്ഞിട്ട് തന്നെ അത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഇവൻ്റെ പിന്നെ കൂടെയുള്ളവൻ്റെ പെണ്ണ്, ആ പെണ്ണിന് ഹിജാബ് ഇട്ടുകൊണ്ടാണ് ഒരുവിധം ആളുകളൊക്കെ മുതല്ലിമീങ്ങളായിക്കോട്ടെ, അവരുടെ ഭാര്യമാരായിക്കോട്ടെ, മുദരിസുമാർ, ആലിമീങ്ങൾ, അവരുടെ ഒക്കെ മുകളിലുള്ള സ്വാഹിബുൽ വക്തും മുദബ്ബിറുൽ ആലും ആയ ഈ മനുഷ്യൻ ഗ്ലോബൽ വില്ലേജിലൂടെ ആറുമാസം കൂടുമ്പോൾ ചൂടുകാലത്ത് അടക്കം തണുപ്പ് കാലത്ത് വരുന്ന ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ സർവ്വ രാജ്യങ്ങളുടെയും എക്സ്പോകളും മറ്റു കാര്യങ്ങളും അവരുടെ സാംസ്കാരികവും പൈതൃകവും അവരുടെ ഡാൻസും കൂട്ടും പാത്തും എല്ലാ സാധനങ്ങളും ഉള്ള ഒരു സംഭവമാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന്. അവിടെ ചെറുക്കന്മാർ ഉല്ലസിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആ ഫോട്ടോയിൽ തന്നെ കണ്ടില്ലേ, മദാമ്മമാർ അർദ്ധനഗ്നരായിട്ട് ഇരുന്ന് അതിൻ്റെ ഇടയിലൂടെയാണല്ലേ നടന്നുകൊണ്ട് പോകുന്നത്. ആരാണ് ഈ നടക്കുന്നത്? ഒരു സാധാരണക്കാരനാണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരെ മൂലയർച്ചയാണോ? ഇനി അതുമല്ല ഏതെങ്കിലും ബിരുദക്കെടുത്ത ഏതെങ്കിലും പണ്ഡിതന്മാരാണോ? അവരൊന്നും വറസത്തുൽ അംബിയാ അല്ല എന്നല്ലേ ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. വറസത്തുൽ അംബിയാ എന്നുള്ള പദവിയിലെത്തിയ റസൂലിൻ്റെ റസൂലായി അള്ളാൻ്റെ ആളായി വന്നിട്ടുള്ള ലോകം നിയന്ത്രിക്കുന്ന സോഹിബുൽ വക്തായ ഒരു മുദബ്ബിറുല്ലാനം തെമ്മാടിത്തരം ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ദീന് പറയണം. അങ്ങനെ തന്നെയാണല്ലോ ഇവരെപ്പോഴും ചെയ്യല്. ഇവരെ ആളെ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനനുസരിച്ച് വക്രീകരിക്കുക. ഇമാമിങ്ങളുടെ ഈ ഭാരത്തിനെയും ഇവൻ്റെ ആള് നിസ്കരിക്കാറില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അബുൽ ഖൈറത്ത് തൈനാത്തി തങ്ങൾ നിസ്കരിക്കാറില്ല, നിസ്കരിച്ചാൽ തന്നെ ഫാത്തിഹ ഓതാറില്ല, ഫലം ഇഖ്റയിൽ ഖറാഅത എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ എന്നെ ഓതാറില്ല, അവിടെ നിസ്കരിക്കാറില്ല എന്നുള്ളതിന് ഈ ഭാരത്ത് തന്നെ അല്ല, അതുകൊണ്ട് ഒക്കെ കൂട്ടുക. അബുൽ ഖൈറത്ത് തൈനാത്തി തങ്ങൾ നിസ്കരിക്കാറില്ല, ഇമാം നബിയുടെ ബുസ്താനുൽ ആരിഫീൽ അങ്ങനെയുണ്ട്. അപ്പം എന്താണ് മുസ്തവിയൻ എന്നുള്ള കട്ടാണ്, ശരിയായ രീതിയിൽ ഫാത്തിഹ ഓതിയില്ല എന്നുള്ളതാണ്. എന്താണ് ശരിയാവാത്ത രീതി? അത് ഷെഹറാനി ഇമാം വിശദീകരിച്ചിട്ടുണ്ട്. ആ ഓതുന്ന അബുൽ ഖൈറത്ത് തൈനാത്തി തങ്ങൾക്ക് നാവിന് ഖലലുണ്ട്. ആ ഖലലുള്ളത് കൊണ്ട് കേൾക്കുന്ന മൂമിന് എന്ത് തോന്നും? അത് ശരിയായ രീതിയിലല്ല എന്ന് തോന്നും. പക്ഷേ ഓതുന്ന അബുൽ ഖൈറത്ത് തൈനാത്തി തങ്ങളും അള്ളാൻ്റെ അടുത്തും അത് സ്വീകാര്യമാണ്. അപ്പോൾ ആ ഒരു ഇബാറത്തിൻ്റെ മുസ്തവിയൻ എന്നുള്ളത് കട്ടിട്ട് ഇവൻ്റെ ഷെയ്ഖ് നിസ്കരിക്കാറില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാണ്? ചിലപ്പോൾ ഷെയ്ഖുമാരെ നിസ്കരിക്കൊന്നും നിങ്ങൾ കാണുന്നില്ല, അവരിവിടെ കൂടങ്ങളുണ്ടാവും, ചിലപ്പോൾ അവർ മക്കത്തും മദീനത്തെ ആയിരിക്കാറ്. ആരെക്കുറിച്ചാണ്? ഇവൻ്റെ കെ സി അബ്ദുള്ളനെ നിസ്കരിക്കാത്തതിന് ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഈ മദാമ്മമാരുടെയും മറ്റും ഹലാലും ഹറാമും എല്ലാ സർവസ്ത്ര സമ്മിശ്രണമുള്ള അതിലൂടെ റോന്തി ചുറ്റി നടക്കുന്നത്, ഉല്ലസിക്കുന്നത് സോഹിബുൽ വക്താണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഈ പറയുന്നത് ഏതെങ്കിലും ഒരാളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചർച്ചയേ അല്ല. ഇത് ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമായ റസൂലിൻ്റെ അയച്ച റസൂലിൻ്റെ റസൂല്, അതായത് റസൂൽ അയച്ചിട്ടുള്ള മറ്റൊരു ദൂതൻ, അള്ളാൻ്റെ ആള് അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് ഇവൻ പറയാണ് വെള്ള വസ്ത്രത്തിൽ ഇങ്ങനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് കഫംപുടവ് പോലെയാണ്, പെണ്ണിന് ഹിജാബ് ഇട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ജയിലറ പോലെയാണ്. ആരാണ് പറയുന്നത്? പണ്ട് നമ്മൾ മറ്റേ മുജാഹിദിൻ്റെ മറ്റേ ടീമുണ്ടല്ലോ, MES-ൻ്റെ ടീം, ഫസൽ ഗഫൂർ, ഇതേ വർത്തമാനം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്തതാണ്? എതിർത്തതാണ്. ഇപ്പം ഇവൻ്റെ ഷെയ്ഖ് തെമ്മാടിത്തരം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ദീനാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ക്ലിയർ ആവണില്ല. അതങ്ങനെ തന്നെയാണല്ലോ എല്ലാ കാര്യവും ഇവൻ പറയുന്നത്. ഇതിനു മുമ്പ് പ്രസംഗിച്ചതല്ലേ? കാരണം പെണ്ണിൻ്റെ റൂമിൽ, ഷെയ്ഖിൻ്റെ റൂമിൽ പെണ്ണിനെ കാണുന്നു, മുരീദുമാർ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇവരെന്താ പ്രസംഗിച്ചത്? ചിലപ്പോൾ പിന്നെ ഷെയ്ഖ് പിടിക്കുന്നത്, ഷെയ്ഖിൻ്റെ കൂടെ ഹലറത്തിലിരിക്കുമ്പോൾ ഷെയ്ഖിൻ്റെ കൈ അവിടെയും ഇവിടെയൊക്കെ തട്ടും. ഷെയ്ഖിൻ്റെ കൈ കല്ലുമ്മ തൊട്ടാലും പെണ്ണുമ്മ തൊട്ടാലും കല്ല് പോലെയാണ്, അവർക്കൊന്നുമില്ല, അവർ അള്ളാൻ്റെ ആളുകളാണ്. ഈ നമുക്ക് പ്രസംഗിച്ചതല്ലേ, നിങ്ങൾ കേട്ടതല്ലേ? അതുപോലെ ഷെയ്ഖിൻ്റെ റൂമിൽ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാലും അത് പെണ്ണാണെന്ന് കരുതരുത്, പൂച്ചക്കുട്ടിയാണെന്ന് കരുതണം. നോക്കിങ്ങൾ.